ഹലോ, മലയാളം ടോക്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ച ഒരു കുഞ്ഞു കാര്യമുണ്ട്. സാർ, നമുക്ക് കേരള PSCയിലെ എല്ലാ പരീക്ഷകൾക്കും ഉതകുന്ന തരത്തിൽ, അതായത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും 10th ലെവൽ പരീക്ഷയ്ക്കും +2 ലെവൽ പരീക്ഷയ്ക്കും ഇനി LP UP KTET പോലുള്ള പരീക്ഷകൾക്കാണെങ്കിലും എല്ലാ ലെവലിലും ഉപകാരപ്പെടുന്ന തരത്തിൽ ഒരു കുഞ്ഞു ടോപ്പിക്ക് ഞങ്ങൾക്കായി പറഞ്ഞു തരാമോ എന്നുള്ളത്. ആ ചിന്ത എന്നെ എത്തിച്ചത് 78/2024 കേരള PSC ചോദിച്ച ഒരു ചോദ്യത്തിലേക്കാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: കിളിക്കാലം എന്ന ആത്മകഥ ആരുടേതാണ് എന്നാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ: കിളിക്കാലം എന്നത് ആരുടെ ആത്മകഥ എന്നതാണ് ചോദ്യം. ഓപ്ഷനില് ഗ്രേസി ഉണ്ട്, P വത്സലയുണ്ട്, സാറാ ജോസഫ് ഉണ്ട്, ഡോക്ടർ എം ലീലാവതി ഉണ്ട്. ഒന്നുകൂടെ: ഗ്രേസി ഉണ്ട്, P വത്സലയുണ്ട്, സാറാ ജോസഫ് ഉണ്ട്, M ലീലാവതി ഉണ്ട്. ഇതിൽ ആരുടേതാണ് കിളിക്കാലം എന്ന ആത്മകഥ? നമുക്കറിയാം, കിളിക്കാലം എന്ന ആത്മകഥ P വത്സലയുടേതാണ്. P വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം എന്നത്. ഓർത്തു വയ്ക്കുക, P വത്സല അറിയപ്പെടുന്നത് തിരുനെല്ലിയുടെ കഥാകാരി എന്നാണ്. തിരുനെല്ലിയുടെ കഥാകാരി എന്നാണ്. ഇനി അതേപോലെ തന്നെ P വത്സലയെ വയനാടിന്റെ കഥാകാരി എന്നും അറിയപ്പെടുന്നു. വയനാടിന്റെ കഥാകാരി എന്നും അറിയപ്പെടുന്നു. അപ്പോ തിരുനെല്ലിയുടെ കഥാകാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വയനാടിന്റെ കഥാകാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? P വത്സലയാണ്. ഓക്കെ അല്ലെ? ഈ P വത്സലയെ ഏറ്റവും ശ്രദ്ധേയാക്കി തീർത്തത് P വത്സലയുടെ നെല്ല് എന്ന നോവലാണ്. നെല്ല്, മല്ലനും അതുപോലെ തന്നെ മാരയും രാഘവൻ നായരും ഒക്കെ കഥാപാത്രമായ നോവലാണ് നെല്ല്. ഇത് വയനാട്ടിലെ തിരുനെല്ലിയിലെ ആദിവാസി ജീവിതം പ്രമേയമാക്കിയ കൃതിയാണ്. ഇപ്പൊ P വത്സല അത്രമേൽ പ്രധാനമാണ്. P വത്സലയുടെ കൃതികൾ ഓരോന്നും നമുക്ക് പ്രധാനമാണ്. ഇവിടെ ചോദ്യം വന്നത് P വത്സലയുടെ ആത്മകഥയായ കിളിക്കാലത്തെ കുറിച്ചാണ്. അതേ ഭാഗത്ത് ഞാൻ കണ്ട മറ്റൊരു ചോദ്യമുണ്ട്: ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? താരകളെ കാൺമിതോ നിങ്ങൾ താഴെയുള്ളൊരു ഈ ശവകുടീരത്തെ. ആരുടേതാണ്? ചങ്ങമ്പുഴയുടേതാണ്. പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലിവിടുതാ കാണുമു പശ്ചിമാമ്പരത്തിലെ പനിനീർപ്പൂത്തോണ്ടങ്ങൾ, അല്ലെ? ചങ്ങമ്പുഴയുടേതാ. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതൻ പൊൻകതിർ പോലെ. ചങ്ങമ്പുഴയുടേതാ. കനകച്ചിലങ്ക കിലുങ്ങി കാഞ്ചനക്കാഞ്ചി കുലുങ്ങി, അല്ലെ? ചങ്ങമ്പുഴ. ആ ചങ്ങമ്പുഴയുടേതാണ് തുടിക്കുന്ന താളുകൾ എന്ന ആത്മകഥ. അപ്പോ ആത്മകഥ എന്ന ഒരു ഭാഗത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം, ഇന്ന് പഠിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം തന്നെ പഠിക്കാനായിട്ട് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ റീസണേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിലാവട്ടെ, +2 ലെവൽ പരീക്ഷയിലാവട്ടെ, 10th ലെവൽ പരീക്ഷയിലാവട്ടെ, ഇനി അതേപോലെ തന്നെ LP UP KTET പോലുള്ള പരീക്ഷകളാവട്ടെ, HSA പരീക്ഷകളാവട്ടെ, എല്ലാ തസ്തികയിലും എല്ലാ പരീക്ഷകളിലും ഒന്നുപോലെ പ്രാധാന്യമുള്ളൊരു മേഖല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ പഠനം അത്രമേൽ പ്രധാനമാണ്. ഞാനിവിടെ നിങ്ങൾക്കായി ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഈ ചോദ്യത്തിന്റെ ഉത്തരം, ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്: ചേരുംപടി ചോർക്കുക. ഓപ്ഷൻ എയിൽ ഓർമ്മയുടെ കുളങ്ങളുണ്ട്, ഓപ്ഷൻ ബിയിൽ ഓർമ്മകളുടെ വിരുന്നുണ്ട്, ഓപ്ഷൻ സിയിൽ ഓർമ്മകളുടെ അറകളുണ്ട്, ഓപ്ഷൻ ഡിയിൽ ഓർമ്മയുടെ തീരങ്ങളുണ്ട്. ഇനി ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ കാണാം, രണ്ടാമത്തെ ഓപ്ഷനായിട്ട് G ശങ്കരക്കുറുപ്പുണ്ട്, മൂന്നാമത്തെ ഓപ്ഷനായിട്ട് SK പൊറ്റക്കാടുണ്ട്, നാലാമത്തെ ഓപ്ഷനായിട്ട് VK മാധവൻകുട്ടിയുണ്ട്, ഓപ്ഷൻ 5ആയിട്ട് തകഴി ശിവശങ്കര പിള്ളയുമുണ്ട്. ഇവിടെ ചേരുംപടി ചേർക്കാൻ ഒരു കുഞ്ഞ് ഞാൻ ചോദ്യം നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഉത്തരം എന്ത് ചെയ്തേക്കുക? താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിലകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ ഞാൻ പോകുന്നത് ആത്മകഥകൾ എന്നൊരു ഭാഗത്തേക്ക്. ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗം കഴിയുന്നിടത്തോളം വൃത്തിയിൽ പഠിച്ചു വെക്കുക. കിട്ടുന്ന പോയിന്റുകൾ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, ഞാനിവിടെ തുടങ്ങുന്നത് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ആത്മകഥയിൽ നിന്നാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ആത്മകഥ അതാണ് എന്റെ നാടുകടത്തൽ. ഓക്കെ അല്ലെ? മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ. അപ്പൊ ഇവിടെയും ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, പക്ക. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യ ആത്മകഥ ഏതാണ്? ഉത്തരം കമന്റ് ചെയ്യുമല്ലോ അല്ലെ? ശരി, നോക്കിയേ. ഒന്നുകൂടെ ചോദ്യം എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ നിങ്ങൾ കമന്റ് ചെയ്തേക്കുക. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ആത്മകഥ പറഞ്ഞിരുന്നു, അത് എന്റെ നാടുകടത്തിലാണ്.
അങ്ങനെയാണെങ്കിൽ അവിടെ ചോദ്യം വരുന്നു, ഇത് ആരുടെ ആത്മകഥയാണ് എന്നുള്ളത്. നമുക്കറിയാം എന്റെ ആത്മകഥ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. ഒന്നുകൂടെ, എന്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. അപ്പൊ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ. അത് എഴുതിയിരിക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എങ്കിൽ ചോദ്യം ഇങ്ങനെയാണ്, കാലപ്രമാണം എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? കാലപ്രമാണം നമുക്കറിയാം അത് ചെണ്ട വിദ്വാനായുള്ള അല്ലെ, ചെണ്ട എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ ഫ്യൂഷൻ മ്യൂസിക്കിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയതയും സ്വീകാര്യതയും നേടിക്കൊടുക്കുന്നതിൽ പ്രധാനിയായുള്ള മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ ആത്മകഥയാണ് ഈ പറയുന്ന കാലപ്രമാണം എന്നത്. ഓക്കെ അല്ലെ, കാലപ്രമാണം മട്ടന്നൂരിൻ്റെതാണ്. ഈ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നിലവിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷനാണ്. കേരള സംഗീത നാടക അക്കാദമി ഓക്കെ അല്ലെ, അക്കാദമി ഇതിന്റെ അധ്യക്ഷനാണ്. അത് മാത്രമല്ല കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെമ്പുക്കാവിലാണ്. ചെമ്പുക്കാവിൽ 1968 സ്ഥാപിതമായത് എന്നുകൂടെ ഓർത്തു വയ്ക്കുക. ക്ഷമിക്കുക, 68 അല്ല, 58. ഓക്കെ, 58 സ്ഥാപിതമായത് എന്നുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. 1958 എന്ത് സ്ഥാപിതമായത്? ഈ പറയുന്ന കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് എന്നുകൂടെ ഒന്ന് ഓർത്തു വെക്കാം. 1958. ഓക്കെ, നല്ല പോയിന്റ് അല്ലേ, നല്ല പോയിന്റ് അല്ലേ. അപ്പോൾ എനിക്കൊരു കുഞ്ഞു സംശയമുണ്ട്. ആ സംശയത്തിന്റെ ഉത്തരം കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കുക. ചോദ്യം ഇങ്ങനെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഞാൻ ഉത്തരങ്ങൾ അവിടെ നിങ്ങൾ കമന്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞോളാം കേട്ടോ. നോക്കി, കേരള സംഗീത നാടക അക്കാദമിയുടെ മാസിക ഏതാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ മാസിക ഏതാണ്? ഓക്കെ അല്ലെ, അത് ഉത്തരം കമന്റ് ചെയ്തേക്കുമല്ലോ അല്ലെ. ശരി, സന്തോഷം. മുമ്പോട്ട് പോകുന്നു. ചോദ്യം, നഷ്ടജാതകം എന്ന ആത്മകഥ ആരുടേതാണ്? ചോദ്യം ഒന്നുകൂടെ, നഷ്ടജാതകം എന്ന ആത്മകഥ ആരുടേതാണ്? നമുക്കറിയാം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥയാണ് നഷ്ടജാതകം. ഒന്നുകൂടെ, നഷ്ടജാതകം ആരുടെ ആത്മകഥയാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഒന്നുകൂടെ ആ പേര് പറഞ്ഞ്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള. സെറ്റല്ലേ മക്കളെ? ഇത് നോക്കിയേ, നായർ സമുദായത്തിലെ ചരിത്രവും വളർച്ചയും ചേർന്ന എന്റെ ജീവിത സ്മരണകൾ. എങ്ങനെ? നായർ സമുദായത്തിലെ ചരിത്രവും വളർച്ചയും ചേർന്ന എന്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? അത് സാക്ഷാൽ മന്നത്ത് പത്മനാഭനാണ്. നല്ല ചോദ്യമല്ലേ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. അവിടെ അതിലൊരു കുഞ്ഞു കണ്ടന്റൂടെ നമ്മൾ പറഞ്ഞു, നായർ സമുദായത്തിന്റെ ചരിത്രവും വളർച്ചയും ചേർന്ന എന്റെ ജീവിത സ്മരണകൾ. ഓക്കെ അല്ലെ. എങ്കിൽ ചോദ്യം ഇതാണ്, സ്ത്രൈണം എന്ന ആത്മകഥയുടെ കർത്താവ്. സ്ത്രൈണം എന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ എന്റെ ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുള്ള കുട്ടികൾക്കറിയാം. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. സ്ത്രൈണം എന്ന ആത്മകഥ എഴുതിയത് ഒരു കഥകളി ആചാര്യനാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, കഥകളിയിൽ അദ്ദേഹം മിനുക്ക് വേഷങ്ങളുടെ കഥകളി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കലാകാരനാണ്. കഥകളി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് കോട്ടക്കൽ ശിവരാമൻ എന്നാണ്. എന്താ പേര്? കോട്ടക്കൽ ശിവരാമൻ. ഓർത്തു വെക്കുക. സ്ത്രൈണം എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് കഥകളിയിൽ മിനുക്ക് വേഷങ്ങളുടെ ശ്രദ്ധേയനായ കോട്ടക്കൽ ശിവരാമനാണ്. എങ്കിൽ ചോദ്യം ഇങ്ങനെയാണ്, ഓർമ്മക്കുറിപ്പുകളുടെ രൂപത്തിൽ OV വിജയൻ രചിച്ച കൃതി ഏതാണ്? ചോദ്യം ഒന്നുകൂടെ, ഓർമ്മക്കുറിപ്പുകളുടെ രൂപത്തിൽ OV വിജയൻ രചിച്ച കൃതി ഏതാണ്? സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ. സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ. ഇവിടെ ഈ ചോദ്യത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. കാരണം ഓർമ്മക്കുറിപ്പുകളുടെ രൂപത്തിൽ എന്നാണ് ചോദ്യം. കാരണം ഇത്തരത്തിൽ ഓർമ്മക്കുറിപ്പുകളായിട്ടും ആത്മകഥയായിട്ടും ഒക്കെ തന്നെ ആത്മകഥ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പൊ ആ ഓർമ്മക്കുറിപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആത്മതാംശം ഉള്ളത് തന്നെയാണ്. അപ്പൊ ഓർത്തു വയ്ക്കുക, OV വിജയൻ രചിച്ച കൃതിയാണ് സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ എന്നത്. സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ. അത് OV വിജയന്റെ ആത്മകഥാംശമുള്ള കൃതിയാണ്. ആരുടെ ആത്മകഥയാണ് എന്റെ കഥയില്ലായ്മകൾ? എന്റെ കഥയില്ലായ്മകൾ. എന്റെ കഥയില്ലായ്മകൾ AP ഉദയഭാനുവിന്റെ ആത്മകഥയാണ്. മക്കളെ ഇത് എഴുതിയെടുത്ത് പഠിക്കണേ, സ്കിപ്പ് ചെയ്യല്ലേ, എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. നോക്കിയേ, ആരുടെ ആത്മകഥയാണ് എന്റെ കഥയില്ലായ്മകൾ? AP ഉദയഭാനു. ഒന്നുകൂടെ, ആരുടെ ആത്മകഥയാണ് എന്റെ കഥയില്ലായ്മകൾ? AP ഉദയഭാനു. എങ്കിൽ ചോദ്യം വരും, ആരുടെ ആത്മകഥയാണ് ചിദംബര സ്മരണ? ആരുടെ ആത്മകഥയാണ് ചിദംബര സ്മരണ? അത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ആരുടെ ആത്മകഥയാണ് ചിദംബര സ്മരണ? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ചൂടാതെ പോയി നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചൊരെൻ പനീർ പൂവുകൾ. അല്ലെ, ചൂടാതെ പോയി നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചൊരെൻ പനീർ പൂവുകൾ. ഒരുപക്ഷെ കുട്ടികൾ കൂടുതൽ പേർക്കും അറിയുന്നത് മറ്റൊരു കവിതയായിരിക്കും. അതേതാണ്? ഏതാണ്? ഓർത്തു നോക്കിയേ, നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചൊരു കവിത. പ്ലസ് വണ്ണിൽ പഠിച്ചൊരു കവിത, സന്ദർശനം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചു പറ്റിപ്പു നാം.
അല്ലെ? ചുള്ളിക്കാട് മാഷിന്റേതാ. ആ ചുള്ളിക്കാട് മാഷിന്റെ ആത്മകഥയാണ് ചിദംബര സ്മരണ എന്നുള്ളത്. ഓക്കെ അല്ലേ? എങ്കിൽ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് കാലിഡോസ്കോപ്പ? ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് കാലിഡോസ്കോപ്പ? ഒന്നുകൂടെ, ആരുടെ ഓർമ്മക്കുറിപ്പാണ് കാലിഡോസ്കോപ്പ? അത് എം.എൻ. വിജയന്റേതാണ്. ആരുടെ ഓർമ്മക്കുറിപ്പാ കാലിഡോസ്കോപ്പ്? എം.എൻ. വിജയൻ. ഒന്നുകൂടെ, ആരുടെ ഓർമ്മക്കുറിപ്പാ കാലിഡോസ്കോപ്പ്? എം.എൻ. വിജയന്റേതാണ്. എങ്കിൽ എം.കെ. സാനുവിന്റെ ആത്മകഥ, അതാണ് കർമ്മഗതി. എം.കെ. സാനുവിന്റെ ആത്മകഥ ഏതാ? കർമ്മഗതി. ഒന്നുകൂടെ, എം.കെ. സാനുവിന്റെ ആത്മകഥ ഏതാ? കർമ്മഗതി. അപ്പോൾ ആരുടെ ആത്മകഥയാണ് എതിർപ്പ്? എതിർപ്പ് പി കേശവദേവ. എതിർപ്പ്, അല്ലെ? എതിർപ്പിന്റെ മൂർത്തി എന്നൊക്കെ കേശവദേവനെ വിശേഷിപ്പിക്കാറുണ്ട് നമ്മൾ. ആരുടെ ആത്മകഥയാണ് എതിർപ്പ്? പി കേശവദേവ. പി കേശവദേവ. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കിയേ. 1114 കഥ എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയത്? 1114 കഥ. 1114 കഥ. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. ഇത് എഴുതിയത് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന, കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന അക്കമ്മ ചെറിയാൻ. ആ അക്കമ്മ ചെറിയന്റേതാണ് 1114 കഥ എന്ന ഓർമ്മക്കുറിപ്പ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, മുന്നോട്ട് പോകുന്നു. എങ്കിൽ കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ എഴുതിയത്? കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ എഴുതിയത് സാക്ഷാൽ കല്ലേൻ പൊക്കുടൻ. ആരാണ്? കല്ലേൻ പൊക്കുടൻ. ഒന്നുകൂടെ, കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ എഴുതിയത് കല്ലേൻ പൊക്കുടൻ. അതേസമയം സൂചിയും നൂലും എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത്? സൂചിയും നൂലും. സൂചിയും നൂലും. നമുക്കറിയാം, മലയാള ചലച്ചിത്ര ലോകത്ത് ഒരു സൂചിയും നൂലും കൊണ്ട് കടന്നു വന്ന, ഇന്ന് മലയാള സാഹിത്യത്തിന്റെ മുഖ്യ സൂചിയായി മാറിയിട്ടുള്ള, വജ്രസൂചിയായി മാറിയിട്ടുള്ള ഇന്ദ്രൻസ്, അല്ലെ? ഇന്ദ്രൻ സേട്ടന്റേതാണ് ഈ പറയുന്ന സൂചിയും നൂലും. എന്തൊരു മനുഷ്യനാണ്, അല്ലെ? അദ്ദേഹം ഏറ്റവും, അല്ലെങ്കിൽ നമുക്ക് ഇത്രയേറെ സ്വീകാര്യനാകുന്ന അദ്ദേഹത്തിന്റെ വിനയപൂർവ്വമുള്ള പെരുമാറ്റവും ആ നല്ല മനസ്സും നല്ല സ്വഭാവവും ഒക്കെ തന്നെയാണ്, അല്ലെ? അപ്പൊ ആ മനുഷ്യനെ ഏറ്റവും സന്തോഷത്തോടുകൂടി ആ മനുഷ്യന്റെ ഓർമ്മക്കുറിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. അത് സൂചിയും നൂലുമാണ്. ഓക്കെ അല്ലെ? അപ്പൊ സൂചിയും നൂലും എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണ്? ഇന്ദ്രൻസിന്റേതാണ്. എങ്കിൽ ആരുടെ ആത്മകഥയാണ് ജീവിതാമൃതം? ആരുടെ ആത്മകഥയാണ് ജീവിതാമൃതം? അത് ഒ രാജഗോപാലിന്റേതാണ്. ഒന്നുകൂടെ, ആരുടെ ആത്മകഥയാണ് ജീവിതാമൃതം? ഒ രാജഗോപാൽ. ഒന്നുകൂടെ, ആരുടെ ആത്മകഥയാണ് ജീവിതാമൃതം? ഒ രാജഗോപാൽ. നമുക്കറിയാം, മുമ്പ് തിരുവനന്തപുരത്തിന്റെ എം പി കൂടിയായിരുന്ന ഒ രാജഗോപാലിന്റേതാണ് ജീവിതാമൃതം എന്ന ആത്മകഥ. ഓക്കെ അല്ലെ? എങ്കിൽ തുടിക്കുന്ന താളുകൾ. ഇന്ന് നമ്മൾ തുടങ്ങിയ ഭാഗത്ത് ഈ ഒരു ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതൊക്കെ എന്റെ സന്തോഷങ്ങളാണ്. കാരണം ഇതൊക്കെ ഞാനിങ്ങനെ നിരന്തരം എന്റെ ക്ലാസ്സുകൾക്കകത്ത്, എന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് ഉൾപ്പെടെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നോക്കിയേ, തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് തുടിക്കുന്ന താളുകൾ. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ചമയങ്ങളില്ലാതെ, നോക്കിയേ, ചമയങ്ങളില്ലാതെ എന്ന കൃതി മലയാളത്തിലെ ഒരു പ്രശസ്തനായ സിനിമാ താരത്തിന്റേതാണ് എന്നാണ്, അല്ലെ? ആരാണ് ആ താരം? മമ്മൂക്കയാണ്. ചമയങ്ങളില്ലാതെ എന്നുള്ള, അല്ലെ? ചമയങ്ങളില്ല. സത്യത്തിൽ അത് ചമയങ്ങൾ ഇല്ലാതെ എന്ന് പഠിക്കുന്നതിനേക്കാളും ചമയങ്ങൾ എന്ന് പഠിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ചമയങ്ങൾ ഇല്ലാതെ എന്ന് പറയുമ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരും. കാരണം ചമയങ്ങൾ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റും പല ബുക്കുകളും ഉണ്ട്. ചമയങ്ങൾ എന്നതാണ് ആ ബുക്ക് കറക്റ്റ്. അങ്ങനെയാണ് പഠിക്കുക കേട്ടോ. ചമയങ്ങൾ എന്ന കൃതി മലയാളത്തിലെ പ്രശസ്തനായ ഒരു സിനിമാ താരത്തിന്റെ, അത് സ്പെഷ്യൽ മമ്മൂട്ടിയുടേതാണ്. ഏറ്റവും സന്തോഷത്തോടെ ഈ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പുരസ്കാരം, അല്ലെ, മികച്ച നടൻ എന്നുള്ള പുരസ്കാരം നേടിയ മമ്മൂക്കയാണ്. അപ്പൊ മമ്മൂക്കയ്ക്ക് യൂത്ത് ഇപ്പോഴും യൂത്ത് ഐക്കണായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് സ്നേഹം, ആ ഒരു സ്നേഹം കൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ അല്ലെ? അപ്പൊ എന്തായാലും സന്തോഷം. മുന്നോട്ട് പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മകഥാംശമുള്ള നോവൽ ഏതാണ്? മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മകഥാംശമുള്ള നോവൽ, അതാണ് വേരുകൾ. ഞാനിവിടെ ആത്മകഥ എന്നൊരു ഭാഗം എടുത്ത സമയത്ത് ആത്മകഥകൾ മാത്രം പറയാനായിട്ടാണെങ്കിൽ ഈ ഭാഗം ഞാൻ ചെയ്യേണ്ടതില്ല എന്ന് ഉറപ്പിച്ചതാണ്. അങ്ങനെയല്ല, ആത്മകഥകൾ മാത്രമല്ല, ആത്മകഥാംശമുള്ള കൃതികളും എനിക്ക് പറയണം, അല്ലെ? PSC ഏതൊക്കെ ഭാഗത്തെന്ന് ചോദ്യം ചോദിക്കുമോ അതൊക്കെ എനിക്ക് പറഞ്ഞേ പറ്റൂ. ക്ലിയർ അല്ലേ? നോക്കി, അങ്ങനെയാണെങ്കിൽ ആരുടെ ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ്? ആരുടെ ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ്? അത് പൊൻകുന്നം വർക്കിയുടേതാ. നോക്കി വെച്ചേ, ആരുടെ ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ്? പൊൻകുന്നം വർക്കി. ഒന്നുകൂടെ, ആരുടെ ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ്? പൊൻകുന്നം വർക്കി. എങ്കിൽ നോക്കിയേ, ജീവിതപാത. ജീവിതപാത ആരുടെ ആത്മകഥ? ജീവിതപാത ചെറുകാടിന്റേതാണ്. ഓക്കെ അല്ലെ? ജീവിതപാത ആരുടെയാണ്? അത് ചെറുകാടിന്റേതാണ്. എങ്കിൽ ജീവിതം ഒരു പെൻഡുലമോ? ജീവിതം ഒരു പെൻഡുലം, അത് ശ്രീകുമാരൻ തമ്പിയുടേതാ. ജീവിതം ഒരു പെൻഡുലമാരുടേതാ? ശ്രീകുമാരൻ തമ്പി. ഒന്നുകൂടെ, ജീവിതം ഒരു പെൻഡുലമാരുടേതാണ്? ശ്രീകുമാരൻ തമ്പി.
എങ്കിൽ നിലയ്ക്കാത്ത സിംഫണി, നിലയ്ക്കാത്ത സിംഫണി അത് ലീലാമേനോൻ. നമുക്കറിയാം ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് ശ്രീകുമാരൻ തമ്പി അദ്ദേഹം വയലാർ അവാർഡ് ഉൾപ്പെടെ നേടിയെടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം, അല്ലെ? അത് വളരെ പ്രധാനമാണ്. എങ്കിൽ നിലയ്ക്കാത്ത സിംഫണി ആരുടെ ആത്മകഥ? ലീലാമേനോന്റെ ആത്മകഥയാണ്. ലീലാമേനോന്റെ ആത്മകഥ നിലയ്ക്കാത്ത സിംഫണി. എങ്കിൽ മനസാ സ്മരാമി, മനസാ സ്മരാമി എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് എസ് ഗുപ്തൻ നായരാണ്. പേനയുടെ സമരഭൂമികളൊക്കെ എഴുതിയ എസ് ഗുപ്തൻ നായർ. ഇതേ എസ് ഗുപ്തൻ നായരെ കുറിച്ച് ഒരുപാട് തവണ PS ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മനസാ സ്മരാമി. എങ്കിൽ സർവീസ് സ്റ്റോറി എന്റെ IAS ദിനങ്ങൾ, സർവീസ് സ്റ്റോറി എന്റെ IAS ദിനങ്ങൾ. പലരും എന്റെ സർവീസ് സ്റ്റോറി എന്റെ IAS ദിനങ്ങൾ ഇത് 2 ബുക്കായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. തെറ്റ, ഒറ്റ ബുക്ക. സർവീസ് സ്റ്റോറി എന്റെ IAS ദിനങ്ങൾ ഒരുമിച്ച. സർവീസ് സ്റ്റോറി എന്റെ IAS ദിനങ്ങൾ അത് മലയാറ്റൂരിന്റെ ആത്മകഥയാണ്. ഒന്നുകൂടെ, സർവീസ് സ്റ്റോറി എന്റെ IAS ദിനങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. ഒന്നുകൂടെ, സർവീസ് സ്റ്റോറി എന്റെ IAS ദിനങ്ങൾ എന്നത് ആരുടെ ആത്മകഥ? മലയാറ്റൂർ രാമകൃഷ്ണൻ. എങ്കിൽ ചോദ്യം ഓർത്താൽ വിസ്മയം, ഓർത്താൽ വിസ്മയം. ആരുടെ ഓർമ്മക്കുറിപ്പ്? ഇതിങ്ങനെ ചോദിക്കാം. ആത്മകഥാംശമുള്ള ഓർമ്മക്കുറിപ്പ്, കഥാംശമുള്ള ഓർമ്മക്കുറിപ്പ് ആരുടെയാണ്? കലാമണ്ഡല ഹൈദരാലി. ഈ കലാമണ്ഡല ഹൈദരാലിയാണ് നമ്മൾ കഥകളി സംഗീത കുലപതി എന്ന് പറയുന്നത്. കഥകളി സംഗീത കുലപതി. സെറ്റല്ലേ? അപ്പൊ നോക്കിയേ, ക്ഷമിക്കുക, കഥകളി സംഗീത കുലപതി എന്നറിയപ്പെടുന്ന ആരാണ്? കലാമണ്ഡല ഹൈദരാലിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള ഓർമ്മക്കുറിപ്പാണ് ഈ പറയുന്ന ഓർത്താൽ വിസ്മയം. എങ്കിൽ കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മകഥ ഏതാ? ഒന്ന് കമന്റ് ചെയ്തേക്കില്ലേ? കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മകഥ എന്റെ കുട്ടികൾക്കറിയാം, ഞാനിവരെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാ, അല്ലെ? ഒന്ന് ചുമ്മാ കമന്റ് ചെയ്തേക്ക്. ഏതാണ് കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മകഥ എന്നുള്ളത്? സെറ്റ് അല്ലേ? എങ്കിൽ നോക്കിയേ, ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് സഞ്ചരിക്കുന്ന വിശ്വാസി? ചോദ്യം ശ്രദ്ധിക്ക്. ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് സഞ്ചരിക്കുന്ന വിശ്വാസി? ഒന്നുകൂടെ, ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് സഞ്ചരിക്കുന്ന വിശ്വാസി? അത് ലോനപ്പൻ നമ്പാടിന്റേതാണ്. ഓക്കെ അല്ലെ? ലോനപ്പൻ നമ്പാടിന്റേതാണ് സഞ്ചരിക്കുന്ന വിശ്വാസി എന്നുള്ളത്. ഓർത്തു വയ്ക്കാം, ലോനപ്പൻ നമ്പാടിന്റേതാണ് സഞ്ചരിക്കുന്ന വിശ്വാസി. എങ്കിൽ ആരുടെ ആത്മകഥയാണ് ആദ്യകാല സ്മരണകൾ? ഒന്നുകൂടെ, ആരുടെ ആത്മകഥയാണ് ആദ്യകാല സ്മരണകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പവനന്റേതാണ്. ഓക്കെ അല്ലെ? ആരുടെ ആത്മകഥയാണ് ആദ്യകാല സ്മരണകൾ? പവനന്റേതാണ്. ഒന്നുകൂടെ, ആദ്യകാല സ്മരണകൾ എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? പവനന്റെയാണ്. എങ്കിൽ NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ എന്നുള്ളത്. ഓർത്തു വെക്കാം, NN പിള്ളയുടെ ആത്മകഥ ഏതാണ്? ഞാൻ എന്നതാണ്. NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ. എങ്കിൽ ആരുടെ ആത്മകഥയാണ് പയസിനിയുടെ തീരങ്ങളിൽ? ആരുടെ ആത്മകഥയാണ് പയസിനിയുടെ തീരങ്ങളിൽ? ആരുടെയാണ്? K മാധവന്റേതാണ്. പയസിനിയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? പയസിനിയുടെ തീരങ്ങളിൽ K മാധവൻ. ഓക്കെ അല്ലെ? പയസിനിയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? K മാധവന്റേതാണ്. മക്കളെ സെറ്റ് അല്ലേ? മുമ്പോട്ട് പോകാലോ? എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ഏത് പത്രപ്രവർത്തകന്റെ ആത്മകഥയാണ് ഘോഷയാത്ര? അടിപൊളി, നല്ല ചോദ്യം അല്ലെ? ആരുടെ ആത്മകഥയാണ് ഘോഷയാത്ര? അത് TJS ജോർജിന്റേതാണ്. TJS ജോർജ്. അവിടെ ഒരു കുഞ്ഞു തമാശയോടെ പറഞ്ഞിട്ടെ, ഈ ഘോഷയാത്ര എന്ന പേരിൽ ഒരു തുള്ളൽ കൃതി കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ടേ. ഓക്കെ അല്ലെ? ഘോഷയാത്ര എന്ന പേരിൽ ഒരു തുള്ളൽ കൃതി ആരെഴുതിയിട്ടുണ്ട്? കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ട്. നമ്മുടെ മോഹിനിയാട്ടം ഇല്ലേ, മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ് ഘോഷയാത്ര. സംഭവം കത്തിയോ? കുഞ്ചൻ നമ്പ്യാരുടെ കൃതി, അതായത് കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്രയ്ക്കകത്ത് എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്? ഈ പറയുന്ന മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സെറ്റ് അല്ലേ? അടിപൊളി ചോദ്യമല്ലേ? എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, കഥയില്ലാത്തവന്റെ കഥ. ആഹാ, അടിപൊളി ചോദ്യം. കഥയില്ലാത്തവന്റെ കഥ, നല്ല ചോദ്യം അല്ലെ? സ്റ്റാൻഡേർഡ് ചോദ്യമാണ്, പഠിച്ചു വെച്ചോളാം. കഥയില്ലാത്തവന്റെ കഥ ആരുടെ ആത്മകഥയാണ്? അത് MN പാലൂർ. ഓക്കെ അല്ലെ? ഒന്നുകൂടെ, ആരുടെ കഥയാണ്, ആരുടെ ആത്മകഥയാണ് എന്താണ് കഥയില്ലാത്തവന്റെ കഥ? അത് MN പാലൂരിന്റേതാണ്. MN പാലൂർ എന്ന് പറയുന്നത് പാനൂർ മാധവൻ നമ്പൂതിരി. സെറ്റ് അല്ലേ? എങ്കിൽ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ ആരുടേതാ? കവിയുടെ കാൽപ്പാടുകൾ എത്രയോ തവണ PS റിപ്പീറ്റ് അടിച്ച ചോദ്യം അല്ലടാ, എത്രയോ തവണ PS റിപ്പീറ്റ് അടിച്ച ചോദ്യം. അത് P കുഞ്ഞിരാമൻ നായരുടേതാ. P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. ഒന്നുകൂടെ, P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു,
ആരുടെ ആത്മകഥ അല്ലെ? നമ്മുടെ കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥ ഏതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി എനിക്കത് പറയാലോ. നോക്കിയേ, മഞ്ജുതരമാണ് കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥ. ഓർത്തു വെക്കുക, മഞ്ജുതരമാണ് കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മകഥ. മഞ്ജുതരം. അപ്പൊ ആത്മകഥാംശമുള്ള ഓർമ്മക്കുറിപ്പ് ഏതാണ്? ആത്മകഥാംശമുള്ള ഓർമ്മക്കുറിപ്പ് ഓർത്താൽ വിസ്മയം. ആത്മകഥ ഏതാ? മഞ്ജുതരം. എങ്കിൽ നോക്കിയേ, ആ ജന്മനിയോഗം അത് വി ശ്രീദേവിയുടെ ആത്മകഥയാണ്. വി ശ്രീദേവിയുടെ ആത്മകഥയാണ് ആ ജന്മനിയോഗം. ഓക്കെ അല്ലേ? ആ ജന്മനിയോഗം എന്നുള്ളത് വി ശ്രീദേവിയുടെ ആത്മകഥയാണ്. എങ്കിൽ വിരലറ്റം എന്നതോ? വിരലറ്റം അതൊരു IAS ഉദ്യോഗസ്ഥന്റെ ആത്മകഥയാണ്. IAS ഉദ്യോഗസ്ഥൻ അത് മുഹമ്മദ് അലി ശിഹാബ്. മുഹമ്മദ് അലി ശിഹാബ്. അപ്പൊ മുഹമ്മദ് അലി ശിഹാബിന്റേതാണ് ഈ പറയുന്ന ആത്മകഥയായ IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് വിരലറ്റം എന്നുള്ളത്. ഓക്കെ അല്ലെ? എങ്കിൽ ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ ഏതാണ്? പലപ്പോഴും PSC ചോദിക്കാറുണ്ട് പ്രീഫേസ് ടു ഓട്ടോബയോഗ്രഫി എന്നുള്ളത് അല്ലെ? അതാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. അതായത് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് പ്രീഫേസ് ടു ഓട്ടോബയോഗ്രഫി. PREFACE, പ്രീഫേസ് ടു ഓട്ടോബയോഗ്രഫി. ഓക്കെ അല്ലെ? പഠിച്ചു വെക്കാലോ അല്ലെ? എങ്കിൽ ചോദ്യം ഇതാണ്, മലബാറിലെ കാർഷിക മുന്നേറ്റങ്ങളുടെ ചരിത്രമായ വിഷ്ണുഭാരതീയന്റെ കഥ. ഇപ്പൊ വിഷ്ണുഭാരതീയൻ എഴുതിയ മലബാറിലെ കർഷക മുന്നേറ്റങ്ങളുടെ ചരിത്രമായ കൃതി ഏതാണ്? അടിമകൾ എങ്ങനെ ഉടമകളായി എന്നുള്ളതാണ്. അടിമകൾ എങ്ങനെ ഉടമകളായി. എങ്കിൽ പ്രിസണർ 5990 ആരുടെ ആത്മകഥയാണ്? R ബാലകൃഷ്ണപിള്ളയുടെ അല്ലെ? മുൻ മന്ത്രി കൂടിയായിരുന്ന ഓക്കെ, നിങ്ങൾക്ക് അറിയാം. ബാക്കി അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഞാനത് പറയുന്നില്ല. എന്റെ പോയിന്റ്, മുൻ മന്ത്രി കൂടിയായിരുന്നുള്ള R ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് പ്രിസണർ 5990 എന്നുള്ളത്. എങ്കിൽ ആരുടെ ആത്മകഥയാണ്? അനുഭവങ്ങൾ അഭിമതങ്ങൾ. ആരുടെ ആത്മകഥയാണ്? അനുഭവങ്ങൾ അഭിമതങ്ങൾ. ഒന്നുകൂടെ, ആരുടെ ആത്മകഥയാണ്? അനുഭവങ്ങൾ അഭിമതങ്ങൾ. അത് N കൃഷ്ണപിള്ളയുടേതാണ്. N കൃഷ്ണപിള്ള. എങ്കിൽ P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥാപരമായ രചനകളാണ് കവിയുടെ കാൽപ്പാടുകൾ. ഇത് സ്ഥിരം PSC ചോദിക്കുന്നുണ്ട്. കവിയുടെ കാൽപ്പാടുകൾ. എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി. നോക്കിയ 3 ബുക്കുകളാണ്. കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. ഓക്കെ അല്ലെ? കവിയുടെ കാൽപ്പാടുകൾ ഏതൊക്കെയാണ്? കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. എടാ, അത് വേറൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു വേർഡ് കണ്ടപ്പോഴേ എന്റെ പ്രിയതമ എന്നെ വിളിക്കുന്നത് കവി എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ആ ഒരു കുഞ്ഞു സംഭവം ഇങ്ങനെ ഓർത്തുപോയതാണ്. അപ്പൊ ആള് ഇവിടെ ഇരുന്ന് എന്നെ കണ്ണൂരിട്ടൊന്നുണ്ട് കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ സമയത്ത്. എന്തായാലും ശരി, പെട്ടെന്ന് ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ എന്റെ പോയിന്റ് ഇതാണ്, കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. ഇവയെല്ലാം P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥാപരമായ രചനകളാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് സ്ഥിരമായി PSC ചോദിക്കുന്നത് കവിയുടെ കാൽപ്പാടുകളാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് പരിചയമുണ്ട്. മറ്റു 2 കൃതികൾ കൂടെ കിട്ടി. സെറ്റ് അല്ലേടാ? അടിപൊളിയല്ലേ? നോക്കിയേ, ഗദ്യകാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആത്മകഥ ഏതാണ്? അതാണ് കവിയുടെ കാൽപ്പാടുകൾ. ഗദ്യകാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൃതിയാണ്. ഗദ്യകാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. സെറ്റ് അല്ലേ മക്കളെ? അടിപൊളിയല്ലേ? എങ്കിൽ നോക്കിയേ, ചിരിക്കു പിന്നിൽ ഇന്നസെന്റ് ക്യാൻസർ വാർഡിലെ ചിരിയും എല്ലാം അദ്ദേഹത്തിൻ്റെതാണ് അല്ലെ? മലയാള പ്രേക്ഷകരെ കൊടുകൂടാ ചിന്തിപ്പിച്ച ഇന്നസെന്റ് ഏട്ടൻ അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ എന്നുള്ളത്. എങ്കിൽ CP നായരുടെ ആത്മകഥയാണ് എന്തൊരോ മഹാനുഭാവലു അല്ലെ? എന്തരൂ ആണ് ഇവിടെ. എന്തരോ മഹാനുഭാവലു. നമ്മുടെ പഴയ സുരാജേട്ടന്റെ ഒരു പ്രയോഗമുണ്ട്, എന്തരോ അല്ലെ? അതല്ല. ഓക്കെ, ഇപ്പൊ CP നായരുടെ ആത്മകഥ ഏതാണ്? എന്തരോ മഹാനുഭാവലു. ഇനി നോക്കിയേ, സാഹിത്യവഞ്ചാനൻ PK നാരായണപിള്ളയുടെ ആത്മകഥയാണ് സ്മരണമണ്ഡലം. സാഹിത്യവഞ്ചാനൻ PK നാരായണപിള്ളയുടെ ആത്മകഥയാണ് സ്മരണമണ്ഡലമാണ്. എങ്കിൽ ജോസ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയോ? അത് കൊഴിഞ്ഞ ഇലകളാണ്. ജോസ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏതാ? കൊഴിഞ്ഞ ഇലകൾ. ഒന്നുകൂടെ, ജോസ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏതാ? കൊഴിഞ്ഞ ഇലകൾ. എങ്കിൽ ആരുടെ ആത്മകഥയാണ് കാവ്യലോക സ്മരണകൾ? അത് വൈലോപ്പിള്ളിയുടേതാണ്. ആരുടെ ആത്മകഥയാ കാവ്യലോക സ്മരണകൾ? വൈലോപ്പിള്ളി. ആരുടെ ആത്മകഥയാണ് കാവ്യലോക സ്മരണകൾ? വൈലോപ്പിള്ളി. സെറ്റല്ലേ മക്കളെ? നല്ല പോയിന്റ് അല്ലേ? എങ്കിൽ നോക്കിയേ, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് ജീവിതരസങ്ങൾ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാ? ജീവിതരസങ്ങൾ. ഒന്നുകൂടെ, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാ? ജീവിതരസങ്ങൾ. ആരുടെ ആത്മകഥയാണ് കഥ തുടരും? നോക്കിയേ, കഥ തുടരും അല്ലെ?
ഒരു തുടരും ഉണ്ടാക്കിയ ഓളം നമുക്കറിയാം അല്ലെ. ശരിയെങ്കിൽ ഇവിടെ ചോദ്യം ആരുടെ ആത്മകഥയാണ് കഥ തുടരും? അത് KPSC ലളിതയുടെയാണ് അല്ലെ. അപ്പൊ ലളിത ചേച്ചിയുടെ ആത്മകഥയാണ് കഥ തുടരും എന്നുള്ളത്. ഒന്നുകൂടെ, ആരുടെ ആത്മകഥയാണ് കഥ തുടരും? KPSC ലളിത. എങ്കിൽ ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ആരെഴുതിയത്? അതാ ശ്രീ M ആണ്. ശ്രീ M അല്ലെ. ശ്രീ M ആരാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ തൂലികാനാമങ്ങളുടെ ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങളതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ദൈവത്തിന്റെ സ്വന്തം വക്കീൽ. എങ്ങനെ? ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന ആത്മകഥ രചിച്ചത് അതാ ജോമോൻ പുത്തമ്പുരയ്ക്കലാണ്. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന ആത്മകഥ രചിച്ചതാരാ? ജോമോൻ പുത്തമ്പുരയ്ക്കൽ. ഒന്നുകൂടെ, ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന ആത്മകഥ രചിച്ചതാരാ? ജോമോൻ പുത്തമ്പുരയ്ക്കലാണ്. എങ്കിൽ ചോദ്യം ആരുടെ അനുഭവക്കുറിപ്പുകളാണ് കാഴ്ചവട്ടം? ഒന്നുകൂടെ, ആരുടെ അനുഭവക്കുറിപ്പുകളാണ് കാഴ്ചവട്ടം? അത് ലോഹിതദാസിന്റേതാണ്. ഓക്കെ അല്ലെ? ഓർത്ത് വെക്കുക. ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് കാഴ്ചവട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഹിതദാസ. ഇനി ആരുടെ ആത്മകഥയാണ് ആത്മായനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? ആത്മായനം. ആത്മായനം അത് മുനി നാരായണ പ്രസാദിന്റേതാണ്. മുനി നാരായണ പ്രസാദ്. ഒന്നുകൂടെ, മുനി നാരായണ പ്രസാദ്. സെറ്റല്ലേ മക്കളെ? പഠിച്ചു വെക്കാലോ. മുന്നോട്ട് പോകുന്നു. ഇനി ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് നിഴലും വെളിച്ചവും? നിഴലും വെളിച്ചവും അത് സാറാ തോമസിന്റേതാണ്. ഒന്നുകൂടെ, നിഴലും വെളിച്ചവും എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറാ തോമസ് ആണ്. എങ്കിൽ ഏകാന്ത പതികഞ്ഞാൻ. എങ്ങനെ? ഏകാന്ത പതികഞ്ഞാൻ എന്ന ആത്മകഥ രചിച്ചത് P ജയചന്ദ്രനാണ്. ഏകാന്ത പതികൻ എന്ന ആത്മകഥ രചിച്ചത് P ജയചന്ദ്രനാണ്. വിട്ടുപോയത് P ജയചന്ദ്രൻ. എങ്കിൽ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഏതാണ്? നിർഭയം. ഡോക്ടർ സിബി മാത്യൂസ്. ഡോക്ടർ സിബി മാത്യൂസ്. ഞാനിങ്ങനെ ഓരോ ആൾക്കാരെ കുറിച്ച് കൂടുതൽ പറയാത്തത് അതിന്റെ ആവശ്യം അല്ലെങ്കിൽ അത് ചിലപ്പോൾ കേൾക്കുന്ന കുട്ടികൾക്ക് ഒരു അലോസരം ഉണ്ടാക്കുമോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തു പറയാതെ ഈ ആത്മകഥകളും ഓർമ്മക്കുറിപ്പുകളും മാത്രം പറഞ്ഞു പോകുന്നത്. ബുദ്ധിമുട്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. പഠിച്ചു വെക്കുക. അപ്പോ സിബി മാത്യൂസിനെ നിങ്ങൾക്കറിയാം, P ജയചന്ദ്രനെയും എല്ലാവരെയും നിങ്ങൾക്ക് അറിയുന്നതാണ്. എങ്കിൽ എന്റെ ചോദ്യം, കലുഷിതമായ കാലം ഒരു ചിത്രകാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് KN പണിക്കരാണ് അല്ലെ. ആരാണ്? KN പണിക്കർ. ഒന്നുകൂടെ, കലുഷിതമായ കാലം ഒരു ചിത്രകാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് എഴുതിയത് KN പണിക്കരാണ്. എങ്കിൽ ആരുടെ ആത്മകഥയാണ് രാഗം ഭൈരവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമ്പായിയുടെയാണ്. ഉമ്പായി എന്നത് ആരുടെ പേരാണ്? അത് PA ഇബ്രാഹിമിന്റേതാണ്. PA ഇബ്രാഹിം. നമുക്കറിയാം ഉമ്പായി വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ഗസൽ ഗായകനൊക്കെയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തെ ഓർത്തു വെക്കുക. അപ്പൊ ഉമ്പായി അദ്ദേഹം വളരെ പ്രധാനമാണ്. ആ പേര് ഓർത്തു വെക്കുക. ഇനി പ്രമാണം എന്നത് പല്ലാവൂർ അപ്പുമാരാരുടെ കൃതിയാണ്. പ്രമാണം എന്നുള്ളത് പല്ലാവൂർ അപ്പുമാരാരുടെ കൃതിയാണ്. ഓക്കെ അല്ലെ? എങ്കിൽ സോളമന്റെ തേനീച്ചകൾ ഒരു ന്യായാധിപന്റെ സ്മരണകൾ എഴുതിയത് ജസ്റ്റിസ് KT തോമസ് ആണ്. ഒന്നുകൂടെ, സോളമന്റെ തേനീച്ചകൾ ഒരു ന്യായാധിപന്റെ സ്മരണകൾ എഴുതിയത് ജസ്റ്റിസ് KT തോമസ് ആണ്. ഓക്കെ അല്ലെ? എങ്കിൽ അനുഭവങ്ങളെ നന്ദി വൈക്കം ചന്ദ്രശേഖരൻ നായർ. ഒന്നുകൂടെ, അനുഭവങ്ങളെ നന്ദി എഴുതിയതാരാ? വൈക്കം ചന്ദ്രശേഖരൻ നായർ. എങ്കിൽ ആരുടെ ആത്മകഥയാണ് എന്നിലൂടെ? എങ്ങനെ? എന്നിലൂടെ. അത് കുഞ്ഞുണ്ണി മാഷിന്റേതാണ് അല്ലെ. അപ്പൊ ഇത് വളരെ പ്രധാനമാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്നിലൂടെ എന്നുള്ളത്. വളരെ പ്രധാനമാണ് കേട്ടോ. ഇനി ഘോഷയാത്ര എന്ന ആത്മകഥ രചിച്ചതാരാണ്? TJS ജോർജ് ആണ്. TJS ജോർജ്. ഘോഷയാത്ര നമ്മൾ നേരത്തെ ഒരു ഘോഷയാത്ര പറഞ്ഞത് ഇപ്പം കിട്ടി. TJS ജോർജ്. എങ്കിൽ ആരുടെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി? ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രന്റെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി. എങ്കിൽ ജീവിതത്തിന്റെ അരങ്ങ് എന്നുള്ളതോ? ജീവിതത്തിന്റെ അരങ്ങ് നിലമ്പൂർ ആയിഷ അല്ലെ. മലയാള നാടകവേദിയിൽ ആദ്യകാല നാടകവേദിയിലെ പെൺകരുത്ത്, സിനിമാ ചലച്ചിത്ര മേഖലയിലെ പെൺകരുത്ത് അല്ലെ. നിലമ്പൂർ ആയിഷ. ആ നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയാണ് ജീവിതത്തിന്റെ അരങ്ങ്. ചോദ്യം, ഞാൻ ഈ നിലമ്പൂർ ആയിഷയെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ചുള്ള ക്ലാസ്സിൽ കലയുടെ സാഹിത്യത്തിന്റെയൊക്കെ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോണേ. നോക്കി, അടുത്തത് ആത്മരേഖ എന്ന ആത്മകഥ രചിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആത്മരേഖ എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വെണ്ണിക്കുളത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വെണ്ണിക്കുളത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കേരള തുളസീദാസൻ എന്നാണ്. തുളസീദാസ രാമായണത്തിന്റെ വിവർത്തനമൊക്കെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. എങ്കിൽ ചോദ്യം ഇതാണ്,
ആരുടെ അനുഭവക്കുറിപ്പുകളാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ? ആരുടെ അനുഭവക്കുറിപ്പുകളാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ? അത് ജേക്കബ് തോമസിന്റേതാണ്. ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ? ജേക്കബ് തോമസ്. എങ്കിൽ ആരുടെ ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ അനുഭവക്കുറിപ്പുകളാണ് എന്റെ ഹൃദയരാഗങ്ങൾ? എന്റെ ഹൃദയരാഗങ്ങൾ അത് ശ്രീകുമാരൻ തമ്പിയുടേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ അനുഭവക്കുറിപ്പുകളാണ് എന്റെ ഹൃദയരാഗങ്ങൾ എന്നുള്ളത്. എങ്കിൽ എന്റെ ജീവിതം എന്ന ശീർഷകത്തിൽ ആത്മകഥ എഴുതിയ മലയാള നടനാണ് പ്രേം നസീർ. മലയാളത്തിന്റെ നിത്യഹരിതനായകനായുള്ള പ്രേം നസീർ എന്റെ ജീവിതം എന്ന ശീർഷകത്തിലാണ് ആത്മകഥ എഴുതിയത്. എങ്കിൽ ആരുടെ ആത്മകഥയാണ് പച്ചവിരൽ? അത് ദയാബായിയുടേതാണ്. പച്ചവിരൽ, ദയാബായി. മക്കളെ 2025-ല് 24-ല് 23-ലും ഒക്കെ തന്നെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പച്ചവിരൽ ആരുടെ ആത്മകഥയാണ്? ദയാബായി. സ്കിപ്പ് ചെയ്യല്ലേ, പഠിച്ചോണെ. ഇമ്പോർട്ടന്റ് ചോദ്യം, ഇമ്പോർട്ടന്റ് ചോദ്യം, പച്ചവിരൽ. എങ്കിൽ ആരുടെ ആത്മകഥയാണ്? ഫ്ലാഷ് ബാക്ക്. ഫ്ലാഷ് ബാക്ക് KG ജോർജ്. ഫ്ലാഷ് ബാക്ക് ആരുടെ കൃതി? KG ജോർജ്. എങ്കിൽ പരൽമീന് നോക്കിയേ, പരൽമീൻ നീന്തുന്ന പാടം, പരൽമീൻ നീന്തുന്ന പാടം അത് CV ബാലകൃഷ്ണന്റേതാണ്. പരൽമീൻ നീന്തുന്ന പാഠമാരുടെയാണ്? CV ബാലകൃഷ്ണൻ. എങ്കിൽ നോക്കിയേ, എനിക്കെല്ലാം സംഗീതമാണ് എന്ന ആത്മകഥ രചിച്ചത് എങ്ങനെ? എനിക്കെല്ലാം സംഗീതമാണ് എന്ന ആത്മകഥ രചിച്ചത് അത് ജെറി അമൽദേവ് ആണ്. ജെറി അമൽദേവ്. ഇനി ഇന്ന് നമ്മൾ പറഞ്ഞ ചോദ്യത്തിനകത്ത് ആദ്യത്തെ നിങ്ങളോട് ഞാൻ രേഖപ്പെടുത്താൻ പറഞ്ഞ ചോദ്യത്തിനകത്തുനിന്ന് വന്നൊരു ചോദ്യമാണ് ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ്. ഓർമ്മയുടെ അറകൾ. എങ്കിൽ ഓർമ്മയുടെ കണ്ണാടിയോ? ഓർമ്മയുടെ കണ്ണാടി അത് AP ഉദയഭാനു. ഓർമ്മയുടെ കണ്ണാടി AP ഉദയഭാനു. ഓർമ്മയുടെ ആഴങ്ങളിൽ, ഓർമ്മയുടെ ആഴങ്ങളിൽ NV കൃഷ്ണവാര്യർ. ഓർമ്മയുടെ ആഴങ്ങളിൽ NV കൃഷ്ണവാര്യർ. ഓർമ്മയുടെ തീനാളങ്ങൾ, ഓർമ്മയുടെ തീനാളങ്ങൾ അജിത. ഓർമ്മയുടെ തീനാളങ്ങൾ അജിത. ഇനി നോക്കിയേ, തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് KP അപ്പൻ. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് KP അപ്പൻ. അറ്റുപോകാത്ത ഓർമ്മകൾ എങ്ങനെ? അറ്റുപോകാത്ത ഓർമ്മകൾ അത് പ്രൊഫസർ TJ ജോസഫ്. TJ ജോസഫിനെ നിങ്ങൾക്ക് അറിയാം, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അറ്റുപോകാത്ത ഓർമ്മകൾ കണക്ട് ചെയ്തോണേ, അറ്റുപോകാത്ത ഓർമ്മകൾ. ഇനി ഓർമ്മയുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണൻ. ഓർമ്മയുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണൻ. ഓർമ്മയുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണൻ. ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ ഡോക്ടർ PKR വാര്യർ. ഡോക്ടർ PKR വാര്യർ. എങ്കിൽ ഓർമ്മയുടെ ലോകത്തിൽ P കേശവദേവ. ഓർമ്മയുടെ ലോകത്തിൽ P കേശവദേവ. ഓർമ്മ കിളിവാതിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. ഓർമ്മ കിളിവാതിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. എങ്കിൽ ഓർമ്മയിലേക്ക് ഒരു യാത്ര, ഓർമ്മയിലേക്ക് ഒരു യാത്ര അതും കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ തന്നെയാണ്. ഓർമ്മക്കിളിവാതിലും ഓർമ്മകളിലേക്ക് ഒരു യാത്രയും, ഓർമ്മകളിലേക്ക് ഒരു യാത്രയും കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. ഇനി അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എങ്ങനെ? അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ TV ഈച്ചര വാര്യർ. TV ഈച്ചര വാര്യർ. എങ്കിൽ ഓർമ്മയിലെ പച്ചകളോ? ഓർമ്മയിലെ പച്ചകൾ ഏറ്റവും പ്രഗത്ഭനായുള്ള കഥകളി പണ്ഡിതനും കഥകളി ആചാര്യനുമായുള്ള കലാമണ്ഡലം ഗോപിയാശന്റേതാണ്. കലാമണ്ഡലം ഗോപിയാശാൻ. അപ്പോൾ എന്റെ കഥ, എന്റെ കഥ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭയായ ഏറ്റവും ശ്രദ്ധേയായ മാധവിക്കുട്ടിയുടേതാണ് അല്ലെ? മാധവിക്കുട്ടി അലിയസ് കവലാത സുരയ്യ. ഓക്കെ. എങ്കിൽ തിരനോട്ടമോ? തിരനോട്ടം കലാമണ്ഡലം രാമന്റേതാണ്. തിരനോട്ടം കലാമണ്ഡലം രാമൻ. എങ്കിൽ എന്റെ വഴിത്തിരിവുകളോ? എന്റെ വഴിത്തിരിവുകൾ പൊൻകുന്നം വർക്കി. എന്റെ വഴിത്തിരിവുകൾ ആരുടെ? പൊൻകുന്നം വർക്കി. എങ്കിൽ എന്റെ വക്കീൽ ജീവിതം തകഴി. എന്റെ വക്കീൽ ജീവിതം തകഴി. അപ്പോൾ എന്റെ കുതിപ്പും കിതപ്പും, എന്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ. എന്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ. അപ്പോൾ എന്റെ ജീവിത സ്മരണകളോ? എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. അപ്പോൾ എന്റെ ബാല്യകാല സ്മരണകളോ? എന്റെ ബാല്യകാല സ്മരണകൾ C അച്യുതമേനോൻ. C അച്യുതമേനോൻ. അപ്പോൾ എന്റെ നാടക സ്മരണകളോ? PJ ആന്റണി. PJ ആന്റണി അല്ലെ? PJ ആന്റണി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള നടനാണ് PJ ആന്റണി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള നടൻ PJ ആന്റണി. അപ്പോൾ എന്റെ കലാജീവിതമോ? അത് PJ ചെറിയാന്റേതാണ്. എന്റെ കലാജീവിതം ആരുടെയാ? PJ ചെറിയാൻ. PJ ചെറിയാൻ. അപ്പോൾ എന്റെ സഞ്ചാരപഥങ്ങൾ കളത്തിൽ വേലായുധൻ. എന്റെ സഞ്ചാരപഥങ്ങൾ കളത്തിൽ വേലായുധൻ. എങ്കിൽ എന്റെ കഴിഞ്ഞ കാലം അത് MK ഹേമചന്ദ്രൻ. MK ഹേമചന്ദ്രൻ. അപ്പോൾ ചോദ്യം വരും, ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ മുൻ കേരള മുഖ്യമന്ത്രി
അതാണ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. മക്കളെ അതേ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന KR ഗൗരിയമ്മയുടെ ആത്മകഥയും ആത്മകഥ എന്ന് തന്നെയാണ് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ എന്താണ് വനിതാ ജഡ്ജിയായുള്ള അന്നാ ചാണ്ടിയുടെ ആത്മകഥയും ആത്മകഥ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായരാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ കാലം KP കേശവമേനോനാണ്. KP കേശവമേനോനാണ്. എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയൻ. അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയൻ. എത്രയോ തവണ PS ചോദിച്ച ചോദ്യമാണ് അല്ലെ? ഇനി സോപാനം എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് ഞെരളത്ത് രാമപൊതുവാൾ. സോപാന സംഗീത കുലപതിയാണ് അദ്ദേഹം. സോപാന സംഗീത കുലപതി അതാണ് ഞെരളത്ത് രാമപൊതുവാൾ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് സോപാനം. എങ്കിൽ കണ്ണീരും കിനാവും അത് VT ഭട്ടതിരിപ്പാടിന്റേതാ. കണ്ണീരും കിനാവും ആരുടെ കൃതിയാണ്? VT ഭട്ടതിരിപ്പാട്. ഒന്നുകൂടെ, കണ്ണീരും കിനാവും ആരുടെ കൃതിയാ? VT ഭട്ടതിരിപ്പാട്. ചോദ്യം, അരങ്ങും അണിയറയും കലാമണ്ഡലം കൃഷ്ണൻ നായർ. ഒന്നുകൂടെ, കലാമണ്ഡലം കൃഷ്ണൻ നായർ. അപ്പോൾ എന്റെ വഴിയമ്പലങ്ങളോ? SK പൊറ്റക്കാട്. എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. ഇനി നോക്കിയേ, മൈ സ്ട്രഗിൾസ് എന്നുള്ളത് EK നായനാരുടെ ആത്മകഥയാണ്. മൈ സ്ട്രഗിൾസ്. അപ്പോൾ ജീവിത സമരമോ? C കേശവൻ. ഓർത്തു വയ്ക്കാം, എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്, മൈ സ്ട്രഗിൾസ് EK നായനാർ, ജീവിത സമരം C കേശവൻ. എന്റെ നാടക സ്മരണകൾ അത് PJ ആന്റണിയാണ്. എന്റെ നാടക സ്മരണകൾ PJ ആന്റണി. എന്റെ ജീവിതകഥ AK ഗോപാലൻ. ചിലതൊക്കെ റിപ്പീറ്റ് ആയി വരുന്നുണ്ട്, അത് നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് നോക്കിയേ, ദി ഫാൾ ഓഫ് എ സ്പാരോ. ഇവിടെ സ്പേസ് ഇല്ല. ദി ഫാൾ ഓഫ് എ സ്പാരോ അല്ലെ, ഒരു പക്ഷിയുടെ വീഴ്ച അല്ലെ ഒരു പക്ഷിയുടെ പതനം, അത് സലിമലിയുടെതാണ്. ദി ഫാൾ ഓഫ് എ സ്പാരോ എന്ന് പറയുന്നത് സലിമലിയുടെയാണ്. എങ്കിൽ ഓർമ്മയുടെ തീരങ്ങളിൽ അത് തകഴിയുടേതാണ്. കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രന്റെ ആത്മകഥയാണ്. കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രൻ. ഇനി ഓർമ്മയുടെ ഓളങ്ങളിൽ G ശങ്കരക്കുറുപ്പാണ്. ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസിയാണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി. ഉദ്യോഗപർവം തോട്ടം രാജശേഖരൻ. നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഓക്കെ അല്ലെ? അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായും ആത്മകഥകളുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് പഠിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞു എത്രമാത്രം ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ നന്നായി പഠിച്ചു വെക്കുക. ഏറ്റവും നന്നായി ഈ ഒരു ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം. അപ്പോൾ നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.